ഈജിപ്തിനെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും നീളം കൂടിയതുമായ നദിയാണ് നൈൽ നദി. ഏകദേശം 6650 കിലോമീറ്ററോളം നീളമുള്ള നൈൽ നദി ആഫ്രിക്കൻ വൻകരയിൽ 11 രാജ്യങ്ങളിലൂടെ കടന്നുപോയി അവസാനം മെഡിറ്ററേനിയൻ കടലിലാണ് അവസാനിക്കുന്നത്. ചരിത്രത്തിൽ ഇന്നേ വരെ ഗതിമാറി ഒഴുകാത്ത ഒരു നദിയാണ് നൈൽ നദി എന്ന് മാത്രമല്ല, ഇസ്ലാമിനും നൈൽ നദിയെ സംബന്ധിച്ച് ചിലതൊക്കെ പറയാനുണ്ട്. നൈലിൻ്റെ കാഴ്ചകൾ മനോഹരമാണ്. ഈജിപ്തിലെത്തി രണ്ടാമത്തെ ദിവസം ഞാൻ പോയത് നൈലിൻ്റെ തീരത്തേക്കാണ്. ശാന്തമായി ഒഴുകുന്ന നൈൽ നദിയിൽ അല്പനേരം ബോട്ട് സവാരി നടത്തി. ചരിത്രത്തിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ലോക സാഹിത്യങ്ങളിലുമെല്ലാം തന്നെ ഇടം നേടിയ നൈൽ നദിയെ എന്നും ചേർത്തു പറയുന്നത് ഈജിപ്തിനോടൊപ്പമാണ്. പൗരാണിക ഈജിപ്ഷ്യൻ നാഗരികത കിളിർത്തതും പുഷ്പിച്ചതും പ്രഫുല്ലമായതുമെല്ലാം ഈ നദീതീരത്തായിരുന്നു. പണ്ട് നൈൽ ഇതിനേക്കാൾ പരന്ന് ഒഴുകുമായിരുന്നു. എന്നാൽ ശിലായുഗത്തിനു മുൻപ് സമുദ്രനിരപ്പ് ഉയർന്നതുമൂലം മണ്ണൊലിപ്പ് സംഭവിച്ച് പുരാതന നൈലിനെ കാർന്നു തിന്ന് ശേഷമാണ് ഇന്ന് കാണുന്ന ഈ നീല നൈൽ ഉണ്ടായത്. നദിക്കരയിൽ നിൽക്കുമ്പോൾ ചരിത്രത്തിൻ്റെ 1000 ഓർമ്മകളാണ് മനസ്സിലേക്ക് ഓടിവന്നത്. ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോവമാരുടെ ഭരണത്തിന് സാക്ഷിയായ തീഷ്ണമായ ഒരു കാലത്തെ കഥകൾ നൈലിൻ്റെ തീരങ്ങൾക്ക് പറയാനുണ്ട്. തങ്ങളുടെ അധികാരത്തിൻ്റെ സ്മാരകങ്ങളായി കൂറ്റൻ ക്ഷേത്രങ്ങളും ശവകുടീരങ്ങളും പണിതുയർത്തിയത് ഈ നദിയുടെ കരകളിലാണ്. നൈൽ അവർക്ക് എല്ലാറ്റിൻ്റെയും പ്രതീകമായിരുന്നു. അവ പടുത്തുയർത്താൻ രക്തം വിയർപ്പാക്കിയ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ നിശ്വാസങ്ങളും ഈ നദിയിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലും നൈൽ നിറഞ്ഞൊഴുകുകയാണ്. ഈജിപ്ത് അക്കാലത്ത് ഭരിച്ചിരുന്ന ഫറോവ ഇസ്രായേൽ വംശത്തിൻ്റെ പുരുഷ ജനസംഖ്യ കുറയ്ക്കേണ്ടതിനായി ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. BC 13-ാം നൂറ്റാണ്ടിലായിരുന്നു അത്. അത്തരം ഒരു സാഹചര്യത്തിലായിരുന്നു മൂസാ നബിയുടെ ജനനം. ഏതൊരു മാതാവിനെയും പോലെ താൻ നൊന്തുപെറ്റ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആ മാതാവും തത്രപ്പെടുകയാണ്. ഒടുവിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അവർക്ക് ബോധോദയമുണ്ടായി. പെട്ടിയിലാക്കി പുഴയിൽ ഇറക്കി വെക്കണമെന്നായിരുന്നു അത്. ഒരു പെട്ടകം തയ്യാറാക്കാനുള്ള തത്രപ്പാടിലാണ് കുഞ്ഞു മൂസയുടെ മാതാവ്. നൊന്തുപെറ്റ കുഞ്ഞിനെ പെട്ടകത്തിൽ കിടത്തി പതുക്കെ ഈ നദിയിലേക്കാണ് അവർ ഇറക്കി വെച്ചത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൈഹാനു വ ജൈഹാനു വൽ ഫുറാത്തു വൻ നീലു കുല്ലും മിൻ അൻഹാരിൽ ജന്ന. നൈലും യൂഫ്രട്ടീസുമൊക്കെ സ്വർഗീയ നദികളാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. ഈ ചരിത്ര പശ്ചാത്തലങ്ങളെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ശാന്തമായ ആ നൈലിൻ്റെ തീരത്തിൽ നിന്ന് ഞാൻ മടങ്ങിയത്.